ഹലോ. ഞാനിവിടെ പറയാൻ വന്നെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര ദുബായിലെ ചൂടെന്നൊക്കെ പറഞ്ഞല്ലേ. ഇന്ന് എത്രയാണ്? 48 ഡിഗ്രി ചൂടാണ് ഇന്ന് അൽമുത്തീനിൽ. ചൂടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മ വഴക്കണ ഇവിടെ ഒരു ഹോട്ടലിലാണെങ്കിൽ എ സിയും ഇല്ല. 12 മണിക്കൂർ ഡ്യൂട്ടി. അത് പുറത്ത് ബേസ്മെന്റിലും. ബേസ്മെന്റ് എന്നൊക്കെ പറയുമ്പോ തന്നെ നാട്ടിലാ ബേസ്മെന്റ് എന്നൊക്കെ പറയുമ്പോ തന്നെ അറിയാലോ എന്തായിരിക്കും അവിടത്തെ. നിക്കാൻ പറ്റില്ല, അത്രയും ചൂട്. അതിൻ്റെ ഇടയ്ക്ക് ഹ്യൂമിഡിറ്റി, നല്ല ഹൈ ഹ്യൂമിഡിറ്റി. ഞാൻ എനിക്ക് പറയാൻ വന്നത് വേറൊന്നുമില്ല. എൻ്റെ ഒരുപാട് കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും വർക്ക് ഉണ്ടാ. കഷ്ടപ്പാടുണ്ടാണ് നാട്ടില് അറിയാം. പക്ഷേ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കോഴ്സ് എടുത്ത് പഠിച്ച് നാട്ടിലൊരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ദുബായിലേക്ക് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വരരുത്. കിട്ടൂല. ഇപ്പൊ ഞാൻ വന്നത് ഏജൻസി വഴിയാണ്. ഏജൻസി വഴി തീരെ വരരുത്. പറ്റിക്കൽ എന്നൊക്കെ പറയാനാകണ്ട. ഞാൻ പറ്റിക്കപ്പെട്ടൂലോ. ഞാൻ 10,000-12,000 ദിർഹംസ് കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്താണ് ഉണ്ടായത്? CCTV ഓപ്പറേറ്റർ ആയിട്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ സെക്യൂരിറ്റി ആയിട്ടാണ് നിൽക്കണത്. സാലറി ഇല്ല. 2-3 മാസമായിട്ട് സാലറി ഇട്ടില്ല. 3 മാസമായിട്ട് ഓഫില്ല. കംപ്ലീറ്റ് ജോലിയാണ്. മര്യാദക്കുള്ളൊരു റൂമില്ല. ലേബർ ക്യാമ്പിലാണ് കിടക്കണത് പോലും. ലേബർ ക്യാമ്പ് എന്ന് പറയുമ്പോ അപ്പുറത്ത് ആഫ്രിക്കന്റെ ഇതിന്റെ അവന്റെ കറിയും മറ്റേതും അതിന്റെ സ്മെല്ലും എല്ലാം താങ്ങി ഇവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ദുബായിന്റെ ടൈം കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കണം, അത് ഒരു ഒറ്റക്ക് തുടങ്ങണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായ ഒരു 10-21 വയസ്സിൽ തന്നെ പഠിപ്പും കളഞ്ഞൊക്കെ വരും. അതിനൊന്നും വേണ്ടി ഒന്നും പറയരുത്. ഒന്നും ഉണ്ടാവൂല. മനസ്സിലായ? അതുകൊണ്ട് നാട്ടിൽ നിൽക്കുക, നാട്ടിൽ നിന്നിട്ട് പഠിക്കുക, നല്ലോണം പഠിക്കുക. അത്രയും പറയാനുള്ളൂ. പഠിക്ക്. ഞാനൊക്കെ പഠിക്കണ സമയത്ത് മനസ്സിലായ പഠിപ്പിനൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചപ്പോ പഠിപ്പിലാണ് കാര്യം. അണ്ടർസ്റ്റാൻഡ്? അത്രേ ഉള്ളൂ. ഓട്ടെ.